സമീർ വിവരങ്ങൾ പറയും. ഉന്മേഷ്, അങ്ങനെ മാസപ്പിറവി ദൃശ്യമായി നാളെ റംദാൻ 1 എന്നുള്ള അതിലേക്ക് കാവ്യമായ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഈ കടലുണ്ടി കോർണിഷ് പള്ളിക്ക് മുകളിലാണ്. ഈ പള്ളിക്ക് മുകളിൽ നിന്നും നമ്മുടെ ക്യാമറമാൻ അബിദ് കല്ലായി ഈ ചന്ദ്രന്റെ ദൃശ്യങ്ങൾ പകർത്തി വളരെ കൃത്യമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. ഏതാണ്ട് വളരെ വേഗത്തിൽ തന്നെ ഇത്തവണ മാസപ്പിറവി ദൃശ്യമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യം പൊന്നാനിയിലും കാപ്പാടും ഒപ്പം തന്നെ കടലുണ്ടി ഉൾപ്പെടെയുള്ള വിവിധയിടങ്ങളിലാണ് ഈ മാസപ്പിറവി ദൃശ്യമായത്. കണ്ടയാളുകൾ ഉടൻ തന്നെ അത് കാവ്യമാരെ വിവരം അറിയിക്കുകയായിരുന്നു. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, പാണക്കാട് സാദിഖ് അലി തങ്ങൾ, കോഴിക്കോട് കാസി ജമലുൽ അലി തങ്ങൾ, ജിഫ്രി തങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ കാവ്യമാർ ഈ മാസപ്പിറവി കണ്ടതായുള്ള പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. ഏതായാലും അങ്ങനെ റംദാൻ 1 എന്നുള്ളതിലേക്ക് നിലവിൽ നാളെ എത്തിയിരിക്കുന്നു. ഇനി 30 ദിവസം വിശ്വാസികളുടെ പുണ്യങ്ങളുടെ പൂക്കാലം എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന കാലമാണ്. ആരാധന വർദ്ധിപ്പിക്കുന്ന കാലം. ഇപ്പോൾ സംയുക്ത മഹല്ല് ഖാദി ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ നമ്മോടൊപ്പം ചേരുകയാണ്. അങ്ങനെ നാളെ റംദാൻ 1 പ്രഖ്യാപനം വന്നല്ലേ? പരിശുദ്ധമായ റമദാനു ഷരീഫിൻ്റെ മാസപ്പിറവി കടലുണ്ടി കോർണീഷ് പള്ളി ഉൾപ്പെടെ പൊന്നാനി, കാപ്പാട് പല നാടുകളിലും കണ്ടതായി വിശ്വാസയോഗ്യമായ റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ഖാദിമാരും നാളെ അഥവാ ഇന്ന് മഗ്രിബ് തൊട്ടിട്ട് സൂര്യാസ്തമയം തൊട്ടിട്ട് നോമ്പായി വിശുദ്ധ റമദാനായി പ്രഖ്യാപിച്ചു. പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്, ഇസ്ലാമിക ദൃഷ്ട്യ തുടക്കം സൂര്യാസ്തമയത്തോടു കൂടെയാണ്. രാത്രി 12 മണി തൊട്ടല്ല, നാളെ രാവിലെ തൊട്ടല്ല, ഇന്നത്തെ സൂര്യാസ്തമയത്തോടു കൂടെ ഇന്ന് റമദാനായി. ഇനി റമദാൻ്റെ എല്ലാ ആരാധനകൾ ഏറ്റവും അതിപ്രധാനമായത് കുടുംബ ബന്ധം, പ്രത്യേകിച്ച് മാതൃവന്ദനം, ഗുരുവന്ദനം, പിതൃവന്ദനം, മാതാപിതാക്കളും ഗുരുനാഥന്മാരും അധ്യാപകന്മാർ, അവിടെ ജാതിയോ മതമോ വർഗമോ ഒന്നും പരിഗണിക്കാൻ പാടില്ല.